നീ അവളെ കമന്റ് അടിക്കും അല്ലടാ? എന്റെ ഇഷ്ടടാ. ഒരു നല്ല പഠിക്കടാ. കോളേജ് വന്നിരുന്ന് ജാട കാണിക്കും. എന്താടാ പോടാ. സംഗതിയൊക്കെ ഞങ്ങൾ ഏറ്റു. ഇവിടെ ഇക്കൊല്ലം ഒറ്റ ദിവസം പോലും ക്ലാസ് നടക്കില്ല. ദേ വേണം ഇന്ന് തന്നെ തുടങ്ങാം. പക്ഷെ അതിനൊരു കാരണം വേണ്ടേ? കാരണമൊക്കെ നമുക്ക് സമരത്തിന് ശേഷം ആലോചിക്കാം. അതിനുള്ള വഴികളൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ക്ലാസ് പഠിക്കടാ, വായിൽ നോക്കി കേൾക്കാതെ. പിന്നെ ഇന്നലെ SFKക്കാരെ കണ്ണൂർ ഒരുത്തനെ തല്ലിന്ന് കേട്ടു. മതി, സമരത്തിന് കാരണം അത് മതി. പക്ഷെ എന്തിനാ തല്ലുകൊണ്ടെന്ന് അറിയോ? വല്ല പോക്കിരിത്തരം കാണിച്ചാണ്. അവന്റെ പേരെന്താടാ? പേരൊന്നും അറിയില്ലെന്നേ. ഓ നേതാവിനാന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. വല്ല വിദ്യാധരൻ എന്ന് വല്ലതും വെച്ച് തുടങ്ങിക്കും. വിദ്യാധരനെ തൊട്ടു കളിച്ചാൽ വിദ്യാധരനെ ഇന്ന് ക്ലാസ്സിൽ തൊട്ടു കളിച്ചാൽ ISU സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ്, ISU സിന്ദാബാദ്, ISU സിന്ദാബാദ്, ISU സിന്ദാബാദ്, ISU സിന്ദാബാദ്, ISU സിന്ദാബാദ്, ISU ഏയ് സിന്ദാബാദ്. എന്താ കാര്യം? കാര്യം സാർ അറിയണ്ട. സാറിന്റെ പണി നോക്ക്. എന്റെ പണി പഠിപ്പിക്കില്ല, അതാ ഞാൻ നോക്കുന്നത്. എന്തായാലും പഠിത്തമില്ല, സമരം. എന്താ കാരണം? പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കണ്ണൂർ SM കോളേജിൽ വിദ്യാധരൻ എന്നൊരു വിദ്യാർത്ഥി സുഹൃത്തിനെ SFKയുടെ ഗുണ്ടകൾ അതിക്രൂരമായി തല്ലിച്ചതച്ച് ആശുപത്രിയിലാക്കിയിരിക്കുകയാണ്. ഇതിൽ പ്രതിഷേധിച്ച് ഇന്ന് പഠിപ്പ് മുടക്കാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഇറങ്ങി വേണം, ഇറങ്ങി. വിദ്യാധരനെ തൊട്ടു കളിച്ചാൽ ISU സിന്ദാബാദ്, ISU സിന്ദാബാദ്, വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്, വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്, വിദ്യാർത്ഥി ഐക്യം. സിന്ദാബാദ്. ലൂക്കോ സാറിന്റെ മുഖത്തെന്താ ഒരു തെളിച്ചം? സത്യം പറയാലോ ശശികലെ, ഇന്ന് കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പ്രാർത്ഥിച്ച പിള്ളേര് സമരം ഉണ്ടാക്കണേന്ന്. കെട്ടിടം പണിയുടെ ലോണിന്റെ കാര്യം ഒന്ന് ശരിയാക്കാൻ പോണെന്ന് 2 ദിവസമായി വിചാരിക്കുന്നതാ. ഇപ്പൊ കോൾ അടിച്ചില്ലേ? ചെല്ലട്ടെ. 16-ാം തീയതി എനിക്ക് കൊല്ലത്തൊരു കല്യാണമുണ്ട്. പോവാതിരിക്കാൻ പറ്റില്ല. ഉണ്ടായിരുന്ന ലീവൊക്കെ പെമ്പർന്നോട്ടെ പ്രസവ സമയത്ത് എടുത്തു തീർത്തു. എന്റെ ഗുരുവായൂരപ്പാ, അന്നൊരു സമരം ഉണ്ടായി കിട്ടിയാ ഞാൻ രക്ഷപ്പെട്ടു. കാലത്തെ അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് സ്ഥലം വിട്ടാ ലോസോപ്പെ കൂടാതെ കഴിയാമല്ലോ. അത് ശരിയാ. അല്ല രാമേന്ദ്ര, ഒരു കാര്യം പറയണമെന്ന് വെച്ചിട്ട് കുറെ ദിവസമായി. എന്താ? ഒരു സൈഡ് ബിസിനസ്സും കൂടെ ആയിക്കൂടെ? മനസ്സിലായില്ല. ഈ 3:30 മണിക്ക് കോളേജ് വിട്ടാ പിന്നെ വീട്ടിലെന്താ ജോലി? പ്രത്യേകിച്ചൊന്നുമില്ല. അതാ പറഞ്ഞത്, ആ നേരത്തെ ഒരു 10 കാശുണ്ടായിക്കൂടെ എന്ന്. എങ്ങനെ? 10 പിള്ളേർക്ക് ട്യൂഷൻ ആയാലേ മാസം 10,500 രൂപ വീണ് കിട്ടില്ലേ? എനിക്ക് 20 പിള്ളേരുണ്ട്. ഇനി കൂടിയാ ശരിയാവില്ല. 10 പിള്ളേരെ ഞാൻ വീട്ടിലേക്ക് അയക്കാം. എനിക്ക് കമ്മീഷൻ തന്നാ മതി. അധ്യാപക വൃത്തി ഒരു ബിസിനസ് ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടാവുമ്പോ സാറിനെ അറിയിക്കാം. നീ ഗാനം മറന്നോ, നാണം വന്നോ, മിണ്ടാത്തതെന്താണു തത്തേ, ഒന്നും മിണ്ടാത്തതെന്താണു തത്തേ. നീ മിണ്ടരുത്. നിനക്ക് മിണ്ടാൻ അവകാശമില്ല. അനുസരണമുള്ളവരുടെ സ്നേഹം തോന്നൂ. മനസ്സിലായോ? ആരെ കാണിക്കാനാ ഈ മോന്തയും വീർപ്പിച്ചിരിക്കുന്നത്? എനിക്കറിയാൻ മേത്തൊരു ചോദിക്കുക. നിനക്കൊക്കെ എന്താ ഇവിടെ കുഴപ്പം? എനിക്കറിയാം, ഞാൻ തന്നെ കുഴപ്പക്കാരൻ. ഞാനാ നിന്നെ കുഞ്ചിച്ചു വഷളാക്കിയത്. സാർ ആരോടാ ഈ സംസാരിക്കുന്നത്? ഇവരോടാ. ഇവരാവുമ്പോ ഇരട്ടപ്പേര് വിളിച്ച് കളിയാക്കൂല, ബഹളമില്ല, കല്ലേറില്ല, എന്നെ അനുസരിക്കും. ഒരു പ്രശ്നവുമില്ല, സുഖം. അത് കൊള്ളാം. സാർ ഇറങ്ങുന്നില്ലേ? സത്യം പറഞ്ഞാൽ എനിക്ക് ഇവരെ വിട്ടു പോവാൻ തോന്നുന്നില്ല. ഇവരുടെ കൂടെ ഇവിടെ തന്നെ താമസമാക്കിയാലോ എന്ന് വരെ ഞാൻ ആലോചിക്കാറുണ്ട്. ദിസ് ഈസ് മൈ ഫാമിലി. ഇവിടുത്തെ വിദ്യാർത്ഥികളോടും അധ്യാപകരോടുമുള്ള സഹവാസത്തേക്കാൾ നല്ലതാണ് ഈ ജീവികളോടൊപ്പം കഴിയുന്നത്. രാമേന്ദ്രന് മടുത്തു തുടങ്ങിയോ? എങ്ങനെ മടുക്കായിരിക്കും സാർ? ഒരു കാരണവുമില്ലാതെ സമരം ചെയ്യാൻ നടക്കുന്ന കുറെ വിദ്യാർത്ഥികൾ, അവർ സമരം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കുറെ അധ്യാപകന്മാർ, പിന്നെ എങ്ങനെ ഇവിടെ നന്നാവും? ഇവിടെ ഇങ്ങനൊക്കെ നടക്കൂ. തുടക്കക്കാരനായതുകൊണ്ടാണ് രാമേന്ദ്രൻ ഇത്രയും വിഷമം. കുറെ കഴിയുമ്പോ തനിക്കും ഇതൊക്കെ തികച്ചോളും. അല്ലേൽ മനസ്സ് മരവിച്ചോളും. സാർ പോസ്റ്റ്. പ്രിയപ്പെട്ട രാമൂട്ടന്, നിന്റെ കത്ത് കിട്ടി. വിവരങ്ങൾ അറിഞ്ഞു സന്തോഷിക്കുന്നു. 3 മാസത്തിനകം നിങ്ങളുടെ കല്യാണം നടത്തണമെന്ന് പറഞ്ഞ് മിനിയുടെ അച്ഛൻ്റെ ഒരു കത്തുണ്ടായിരുന്നു.
അമ്മ അമ്പലത്തിൽ നിന്റെയും മിനിയുടെയും പേരിൽ ഓരോ പുഷ്പാഞ്ജലി കഴിപ്പിച്ചു. അടുത്ത മാസം ശമ്പളം മേടിച്ചിട്ട് നീ ഇങ്ങോട്ട് കാശ് അയക്കണ്ട. ഇവിടെ ചെലവിനുള്ള കാശ് ഇരിപ്പുണ്ട്. പിന്നെ ഈ കത്തിനോടൊപ്പം ഒരു 2500 രൂപ മണി ഓർഡർ അയക്കുന്നുണ്ട്. നീ അറിയാതെ അമ്മ ചുറ്റിപ്പിടിച്ചുണ്ടാക്കിയ കാശാണ്. ശമ്പളം കിട്ടുന്ന കാശും കൂടെ ചേർത്ത് നീ ഒരു സ്കൂട്ടർ മേടിക്കണം. ചെറുപ്പത്തിലെയുള്ള നിന്റെ ആഗ്രഹമല്ലായിരുന്നു അത്. മോൻ സ്കൂട്ടറിൽ പോകുന്നത് കാണാൻ അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. നീ ഒരു ദിവസം അമ്മയും അതിൽ കയറ്റണം. മിനിയോട് അമ്മയുടെ സ്നേഹാന്വേഷണം പറയണം എന്ന് മോന്റെ അമ്മ. അവിടെ ഇരിക്കാം. പുതിയതായിട്ട് സ്കൂട്ടറൊക്കെ മേടിച്ചതല്ലേ? മധുരമാവും അല്ലേ? 2 ഐസ്ക്രീം. കുറച്ചു നാളായി ഞാൻ മിനിയോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. അതെങ്ങനെ തുടങ്ങണം, എങ്ങനെ പറയണം എന്നൊന്നും എനിക്കറിയില്ല. എങ്ങനെ വേണമെങ്കിലും പറയാം. പിന്നെ എന്നോടൊരു കാര്യം പറയാൻ പ്രത്യേകിച്ചൊരു ഇൻട്രഡക്ഷന്റെ ആവശ്യമൊന്നുമില്ല. കല്യാണത്തിന് മുമ്പായാലും അതിനുശേഷമായാലും അമ്മായിയപ്പന്റെ കാശിൽ വിലസുന്നത് എനിക്കിഷ്ടമല്ല. തന്നോട് പറയാനുള്ള ഒരു ഡെലിക്കസി കൊണ്ട് ഇത്ര നാൾ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. മനസ്സിലായില്ല. താൻ എനിക്ക് വേണ്ടി ചെലവാക്കിയ ഈ കാശൊക്കെ ആരുടെ? അതെ, സാറിന്റെ അമ്മായിയപ്പന്റെ കാശൊന്നുമല്ല. അദ്ദേഹത്തിന്റെ കമ്പനിയിൽ ഡയറക്ടറായിട്ട് ജോലി നോക്കുന്നതിന് കൃത്യമായി കിട്ടുന്ന ശമ്പളമാണ്. ഇനി സാറിന്റെ അറിവിലേക്കായിട്ട് വേറൊരു കാര്യം കൂടി പറയാം. സാറ് താമസിക്കുന്ന വീട് എന്റെ പേരിലാണെങ്കിലും എനിക്കെന്റെ ഭർത്താവാകാൻ പോകുന്ന വ്യക്തിയെ അച്ഛന്റെ മുമ്പിൽ അങ്ങനെ കൊച്ചാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെ എല്ലാ മാസവും വാടക അച്ഛനെ ഏൽപ്പിക്കുന്നുണ്ട്. ആ, ഇപ്പൊ എന്തു പറയുന്നു? ഇപ്പോ ഞാൻ തനിക്ക് കടക്കാരനായി. അതെങ്ങനെ? നമ്മൾ ഭാര്യയും ഭർത്താവും ആയിരുന്നെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെലവാക്കുന്നതിനെ കുറിച്ച് കണക്ക് പറയൂ. ഇറ്റ്സ് നോട്ട് യുവർ മണി, അവർ മൈ മണി. വി ആർ സ്പെൻഡിങ് അവർ മണി. അതൊക്കെ കല്യാണത്തിന് ശേഷമല്ലേ? എന്നാ പിന്നെ കടം തീർക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ? എന്റെ കഴുത്തിൽ പെട്ടെന്നൊരു താലികെട്ട്. എനിക്കിനി 2 മാസം കൂടി കാത്തിരിക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ സാറിന്റെ കണക്കിൽ കടം കൂടിന്ന് വരും. എന്റെ അമ്മോ, എനിക്കിപ്പോ ഒരൊറ്റ ആഗ്രഹമുള്ളൂ. തന്നോട് ഒരിക്കലെങ്കിലും വാചകം അടിച്ച് എനിക്ക് ജയിക്കണം. ഈ ശീലം അത്ര നന്നല്ലോ. എനിക്കറിയാം. വേണമെങ്കിലേ അനന്തന്റെ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയോ. എനിക്ക് വേണ്ട. നാളെ എങ്ങനെ ചത്തുപോയാ പിന്നെ ഇതിന്റെ ത്രിൽ എന്താണെന്ന് അറിയാൻ പറ്റില്ല. വേണമെങ്കിൽ മേടിച്ചോണ്ട് പോടേ, ചുമ്മാ സമയം മെനക്കെടുത്താതെ. ചെയർമാൻ ആണെങ്കിലും സംഗതി വേണമെങ്കിൽ നമ്മുടെ അടുത്ത് വരണം. വെറുതെ ഒന്നും അല്ലല്ലോ, കാശ് കൊടുത്തിട്ടല്ലേ. നല്ല സാധനമാണല്ലോ. ബ്രൗൺ ഷുഗറാണ്, പൂപ്പ കഞ്ചാവൊന്നുമല്ലേ. പുകച്ചു നോക്കിയിട്ട് പറ. കൊള്ളത്തില്ലെങ്കിലേ കാശ് തിരിച്ചു തന്നേക്കാം. എന്താടാ? ഒന്ന് മൂത്രം ഒഴിക്കാൻ പോണം. വല്ല മരത്തിന്റെ വീട്ടിലും പോയി ഒഴിച്ചാൽ മതി. ഒന്ന് ടോയ്ലറ്റിൽ പോണോന്ന്. ശ്രീരാം വരുന്നുണ്ട്. ഇത് പിള്ളേർക്കുള്ളതാ. സാറന്മാർക്ക് അങ്ങ് സ്റ്റാഫ് റൂമിന്റെ അടുത്താ. അറിയാം. എന്താ ഇവിടെ? ഞാൻ വിനീന്റെ കൂടെ വന്നതാ. നല്ല ചോദ്യം. സാധാരണ മനുഷ്യർ ടോയ്ലറ്റ് വരുന്നതിനാ. അപ്പോ നിങ്ങളോടല്ല പറഞ്ഞ. നിങ്ങളേതായാലും സാധാരണ ആളുകൾ വരുന്ന കാര്യത്തിനല്ല വന്നതെന്ന് തോന്നുന്നു. ഇതെങ്ങനെ ഇവിടെ വന്നു? ഇതെങ്ങനെ ഇവിടെ വന്നെന്ന് ആർക്കും അറിയില്ല. Come with me.
എന്താ ഇത്? ബ്രൗൺ ഷുഗർ, കഞ്ചാവിന്റെയും ഹാഷിഷിന്റെയും പിൻഗാമി, വിലയിലും വീര്യത്തിലും അതിനേക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്നവൻ, അടുത്ത ജനറേഷനെ കാർന്നു നിന്ന ക്യാൻസർ. കൂടുതൽ പറയണോ? ഇവരെന്നെ കണ്ട് ഒളിച്ചു വെക്കാൻ ശ്രമിച്ചതാണ്. അല്ല സർ, ഞങ്ങൾ യൂറിൻ ഷെഡിനകത്ത് ചെല്ലുമ്പോൾ അതിനകത്ത് രണ്ടുപേരുണ്ടായിരുന്നു. അതിനു മുമ്പ് അവിടെ പലരും വരെയും പോവുകയും ചെയ്തതാ. അവരാരെങ്കിലും കൊണ്ടിട്ടായിരിക്കും. അല്ല, ഇവര് തന്നെയാണ് ഇതിന്റെ പിന്നിൽ. ഞങ്ങൾ പറയുന്നത് അത് രാമേന്ദ്ര സാറിനെ കൊണ്ടിട്ടെന്ന്. എങ്കിലോ? എന്തിന്? സാറിനറിയാമല്ലോ, കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ബാച്ചിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച വിദ്യാർത്ഥിയാണ് ഞാൻ. പക്ഷെ രാമേന്ദ്രൻ സാർ വന്ന മുതൽ പുള്ളിക്ക് എന്നോടൊന്ന് വൈരാഗ്യം പോലെ. പഠിക്കാനായി ചെല്ലുന്ന എന്നെ പുള്ളി ക്ലാസ്സിൽ കയറ്റാറില്ല. പഠിക്കാനായിട്ടല്ല സാർ, സമരം ഉണ്ടാക്കാനും ബഹളം ഉണ്ടാക്കാനുമാണ് ഇവന്മാര് വരുന്നത്. ശരി, ഇനി യൂറിൻ ഷെഡിൽ പോകുമ്പോ നിങ്ങൾ ഓരോരുത്തരായിട്ട് പോയാൽ മതി, ഒന്നിച്ച് പോകണ്ട. ഓക്കെ സർ, ഇറ്റ്സ് എ വാർണിംഗ്. യു ക്യാൻ ഗോ നൗ. താങ്ക് യു സർ. സാർ എന്താ അവരെ സസ്പെൻഡ് ചെയ്യാത്തത്? കോളേജ് ക്യാമ്പസിനുള്ളിൽ ഡ്രഗ്സ് സെയിൽ നടത്തുന്നത് വലിയ ക്രൈം തന്നെയാ, ഐ അഗ്രി. പക്ഷേ നമുക്കെന്താ ഒരു തെളിവ്? അവര് പറഞ്ഞത് ശരിയല്ലേ? ദിവസം എത്ര പേരാ യൂറിൻ ഷെഡിൽ പോകുന്നതാ? അവരുടെ കയ്യിൽ നിന്നല്ല നിങ്ങൾക്കത് കിട്ടിയത്. സോ വി ഡോണ്ട് ഹാവ് എ വാട്ടർ ടൈറ്റ് കേസ്. പിന്നെ മിസ്റ്റർ രാമേന്ദ്രൻ, ആ പിള്ളേര് ഇവിടുത്തെ വലിയ ആളുകളുടെയൊക്കെ മക്കളാ. നിങ്ങൾ വെറുതെ ഏടാകൂടത്തിനൊന്നും പോകണ്ട. വരൂ വരൂ വരൂ, എല്ലാരും വരൂ, എല്ലാരും വരൂ. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ? എല്ലാരും വരൂ. വരൂ വരൂ, എല്ലാരും വരൂ, വരൂ വരൂ വരൂ. അല്ലയോ ഭാരതീയരായ വിദ്യാർത്ഥികളെ, ഈ ത്രിവർണ്ണ പതാകയ്ക്കരികിൽ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചാണ്. അക്കോർഡിംഗ് ടു ദ പ്രിയാമ്പിൾ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യ ഈസ് എ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ടു ഓൾ ഇന്ത്യൻസ് it secures social, economic and political justice. അതായത് സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ നീതി, പിന്നെ ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. ചിന്തിക്കാനും പ്രകടിപ്പിക്കാനും വിശ്വസിക്കാനും ആരാധിക്കാനുമുള്ള സ്വാതന്ത്ര്യം. എന്നിട്ടിവിടെ നടക്കുന്നതോ? നാളെ സമത്വസുന്ദരവും സമ്പൽ സമൃദ്ധവും വിദ്യാസമ്പന്നവുമായ ഒരു സമ്പൂർണ്ണ ഭാരതം കെട്ടിപ്പടുക്കേണ്ടവരായ നിങ്ങൾ ചെയ്യുന്നതോ? പാർട്ടി പ്രവർത്തനം നടത്താനും കമന്റ് അടിക്കാനും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനും കൂവാനും കല്ലെറിയാനും സമരം ചെയ്യാനും തമ്മിലടിക്കാനും പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാനും എല്ലാമുള്ള പരിപൂർണ സ്വാതന്ത്ര്യമായിട്ടാണ് നിങ്ങൾ ഇതിനെ കണക്കാക്കിയിരിക്കുന്നത്. നല്ലൊരു നാളേക്ക് വേണ്ടി അധ്വാനിക്കേണ്ട നിങ്ങളോട് ഞാൻ ഞാൻ ആംബുലൻസ് വിളിക്കാം.